കഴിഞ്ഞ തവണത്തെ പീരീഡ്സ് പോലെയല്ലല്ലോ ഈ പ്രാവശ്യം പീരീഡ്സ് വന്നത് എന്ന് പലപ്പോഴും PCOS ഉള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത് നമുക്ക് കാണാം. അവർക്ക് പൊതുവേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒലിഗോമെനോറിയ, അതായത് നോർമൽ ഒരാൾക്ക് ഒരു വർഷത്തിൽ 11-12 തവണ പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒലിഗോമെനോറിയ എന്ന് വെച്ചാൽ അവർക്ക് പീരീഡ്സ് ഒരു 6-7 തവണയൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് സൈക്കിൾ ലെങ്ത്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു 40 ദിവസത്തിലൊരിക്കലോ 50 ദിവസത്തിലൊരിക്കലോ ഒക്കെ ആയിരിക്കും അവർക്ക് പീരീഡ്സ് ആവുന്നുണ്ടാവുക. ഇനി ഒരുപാട് ഡ്യൂറേഷൻ പീരീഡ്സ് ആവാത്ത ഒരവസ്ഥ, അതാണ് അമിനോറിയ. അതും PCOS ഉള്ള ആളുകളിൽ കോമൺ ആണ്. പിന്നെ പലപ്പോഴും കണ്ടുവരുന്നത് ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, അല്ലെങ്കിൽ 2 പീരീഡ്സിൻ്റെ ഇടയിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് വരിക. പിന്നെ ഒരുപാട് കാലം പീരീഡ്സ് ആവാതെ നിന്നിട്ട് പിന്നെ പീരീഡ്സ് ആവുമല്ലോ, ആ ഒരു സമയത്ത് ഹെവി ബ്ലീഡിങ്ങും ക്ലോട്ടും അതേപോലെ അത് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്നതായിട്ടും കാണാം. ആ സമയത്ത് എന്ന് വെച്ചാൽ ഈസ്ട്രജൻ ഡോമിനൻസ് ഉണ്ടാവും. അപ്പോൾ യൂട്രൈൻ ലൈനിങ് ഭയങ്കര കൂടി അതാണ് ഈ ഒരു ഓവർ ബ്ലീഡിങ്ങിനും ദിവസങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നതിനൊക്കെ കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വേരിയേഷൻസ് PCOS ഉള്ള ആളുകളിലുണ്ട്. ഒരു സൈക്കിളിൽ നിന്ന് മറ്റൊരു സൈക്കിൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് അവരുടെ PCOS കാരണമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മെഡിസിൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ എടുത്ത് പോകെ അത് ശരിയാവുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും.